ജീവിതത്തിൽ ചിലർ ഒന്നല്ല രണ്ട് ലോകങ്ങൾ ചുമലിൽ വഹിക്കുന്നു. ധൈര്യം, ക്ഷമ, വിട്ടുവീഴ്ചയില്ലാത്ത കർത്തവ്യബോധം എന്നിവ ആവശ്യമുള്ള ലോകങ്ങൾ. അവൾ അതിലൊന്നാണ്. അവൾ ഒരു IPS ഓഫീസറാണ്, നിയമത്തിന്റെ സംരക്ഷക, നീതിയുടെ സംരക്ഷക. എന്നാൽ അവൾ ഒരു നഴ്സ് കൂടിയാണ്, ആശുപത്രിയുടെ ശാന്തമായ ഇടനാഴികളിൽ വേദന, ഭയം, നിരാശ എന്നിവയോട് പോരാടുന്ന ഒരു രോഗശാന്തിക്കാരി. ഈ രണ്ട് ലോകങ്ങൾക്കിടയിൽ അവൾ കൃപ, ശക്തി, മനുഷ്യത്വം എന്നിവയോടെ നീങ്ങുന്നു. ഒരു IPS ഓഫീസർ എന്ന നിലയിൽ അവളുടെ ജീവിതം എല്ലാ ദിവസവും നിരന്തരമാണ്. മിക്ക ആളുകൾക്കും സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത കുറ്റവാളികളെയും അഴിമതിയെയും അപകടങ്ങളെയും അവൾ നേരിടുന്നു. അവളുടെ ദിവസങ്ങൾ സൈറണുകൾ, അന്വേഷണങ്ങൾ, പിരിമുറുക്കമുള്ള ഏറ്റുമുട്ടലുകൾ, ഒരു നിമിഷം കൊണ്ട് ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നു. ഏതൊരു തെറ്റും ആരുടെയെങ്കിലും ജീവൻ നഷ്ടപ്പെടുത്തുമെന്ന് അറിയാവുന്നതിനാൽ ഉത്തരവാദിത്തത്തിന്റെ ഭാരം അവൾ ചുമലിൽ വഹിക്കുന്നു. എന്നിട്ടും അവൾ അത് മനസ്സോടെ ചെയ്യുന്നു, കാരണം നീതിയാണ് അവളുടെ വിളി. എന്നാൽ സൂര്യൻ അസ്തമിക്കുകയും നഗരം പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതിവീഴുകയും ചെയ്യുമ്പോൾ അവൾ മറ്റൊരു ലോകത്തേക്ക് കാലെടുത്തുവയ്ക്കുന്നു. കുറ്റകൃത്യങ്ങളുടെയും തെരുവുകളുടെ അക്രമത്തിന്റെയും കുഴപ്പങ്ങളിൽ നിന്ന് വളരെ അകലെയുള്ള ഒരു ലോകം. ഇവിടെ പിന്തുടരാൻ കുറ്റവാളികളില്ല, നേരിടാൻ ഭീഷണികളില്ല, പകരം ദുർബലരും ഭയപ്പെടുന്നവരും പരിചരണം ആവശ്യമുള്ളവരുമാണ്. നിശബ്ദ പോരാട്ടങ്ങൾ നയിക്കുന്ന, അദൃശ്യമായ വേദന അനുഭവിക്കുന്ന, കണ്ണീരിനും ഭയത്തിനും പിന്നിൽ ധൈര്യം മറഞ്ഞിരിക്കുന്ന രോഗികൾ. ഈ ലോകത്ത് അവൾ ഒരു നഴ്സായി മാറുന്നു. ഈ മാറ്റം എളുപ്പമല്ല. നിയമം നടപ്പിലാക്കുന്നതിൽ നിന്ന് ആശ്വാസം നൽകുന്നതിലേക്ക് മാറുന്നതിന് വൈദഗ്ധ്യത്തെക്കാൾ കൂടുതൽ ആവശ്യമാണ്. അതിന് സഹാനുഭൂതി, ക്ഷമ, മനുഷ്യന്റെ ദുർബലതയെക്കുറിച്ചുള്ള ധാരണ എന്നിവ ആവശ്യമാണ്. പക്ഷേ അവൾക്ക് മറ്റ് മാർഗമില്ല. രണ്ടു വേഷങ്ങളും ധൈര്യം ആവശ്യപ്പെടുന്നു. പക്ഷേ ആശുപത്രിയിൽ അവൾ കാണിക്കുന്ന ധൈര്യം കൂടുതൽ നിശബ്ദവും വ്യക്തിപരവുമാണ്. അത് നിലവിളിക്കാത്ത, അത് കേൾക്കാത്ത, അത് ആജ്ഞാപിക്കുന്ന, അത് ആശ്വസിപ്പിക്കുന്ന ഒരു ധൈര്യമാണ്. അത് ശിക്ഷിക്കുന്നില്ല, അത് സുഖപ്പെടുത്തുന്നു. മറ്റുള്ളവരെപ്പോലെ ഇന്ന് രാത്രി മറ്റു പലരെയും പോലെ സ്റ്റേഷനിലെ ഒരു നീണ്ട ദിവസത്തിനുശേഷം അവൾ ആശുപത്രിയിലേക്ക് നടക്കുന്നു. അധികാരത്തിന്റെ യൂണിഫോം പോയി, പകരം ലളിതമായ സ്ക്രിബുകൾ. അവളുടെ ബാഡ്ജ് പിന്നിൽ അവശേഷിക്കുന്നു, പക്ഷേ അവളുടെ ഉത്തരവാദിത്തബോധം അവശേഷിക്കുന്നു. അവൾ വാർഡുകളിലൂടെ നിശബ്ദമായി നീങ്ങുന്നു, നിരീക്ഷിക്കുന്നു, ശ്രദ്ധിക്കുന്നു, ആവശ്യമുള്ളിടത്തെല്ലാം പരിചരണം നൽകാൻ തയ്യാറാണ്. അവളുടെ ആദ്യത്തെ രോഗി ഒരു വൃദ്ധനാണ്, മെലിഞ്ഞവനും ദുർബലനുമാണ്, ശ്വസിക്കാൻ പാടുപെടുന്നു. അവന്റെ കണ്ണുകൾ ഭയത്താൽ നിറഞ്ഞിരിക്കുന്നു, അവന്റെ കൈകൾ അനിയന്ത്രിതമായി വിറയ്ക്കുന്നു. മറ്റു നഴ്സുമാർ തിരക്കുകൂട്ടുന്നു, പക്ഷേ അവൾ അവന്റെ അരികിൽ മുട്ടുകുത്തി, അവന്റെ കൈ തന്റെ കൈയിൽ പിടിച്ചിരിക്കുന്നു. അവളുടെ ശബ്ദം മൃദുവും സ്ഥിരതയുള്ളതുമാണ്, അവന്റെ പരിഭ്രാന്തിയുടെ കൊടുങ്കാട്ടിൽ ശാന്തമായ ഒരു നങ്കൂരമാണ്. ഒരു നഴ്സ് എന്ന നിലയിൽ മാത്രമല്ല, ഭയവും പ്രത്യാശയുടെ ആവശ്യകതയും മനസ്സിലാക്കുന്ന ഒരാളായിട്ടാണ് അവൾ അവനോട് സംസാരിക്കുന്നത്. വാക്കുകൾക്ക് മാത്രം പറയാൻ കഴിയാത്ത വിധത്തിൽ അവൻ പതുക്കെ അവളെ വിശ്വസിച്ച് വിശ്രമിക്കാൻ തുടങ്ങുന്നു. നിമിഷങ്ങൾക്കുശേഷം ഒരു യുവ അമ്മ ഓടിവരുന്നു. അവളുടെ കുഞ്ഞിന് പനി പിടിച്ചിരിക്കുന്നു. അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ ഒഴുകുന്നു. അവൾ തന്റെ കുഞ്ഞിനെ പറ്റിപ്പിടിക്കുമ്പോൾ അവളുടെ കണ്ണുകളിലെ പരിഭ്രാന്തി കുട്ടിയുടെ ഭയത്തിൽ പ്രതിഫലിക്കുന്നു. അവൾ അവരുടെ അരികിൽ മുട്ടുകുത്തി സൗമ്യമായ സ്വരത്തിൽ സംസാരിച്ചു, ചികിത്സയുടെ ഓരോ ഘട്ടവും വിശദീകരിച്ചു. കഥകൾ, പാട്ടുകൾ, ചിരി എന്നിവയിലൂടെ അവൾ കുട്ടിയുടെ ശ്രദ്ധ തിരിക്കുന്നു, ഭയത്തെ ആശ്വാസമായും കണ്ണുനീർ ശാന്തമായും മാറ്റുന്നു. ഈ റോളിൽ അവൾ നിയമം നടപ്പിലാക്കുന്നില്ല, അവൾ പ്രതീക്ഷ നടപ്പിലാക്കുകയാണ്. സമയം കടന്നുപോകുന്നു, രാത്രി കൂടുതൽ ആഴത്തിലാകുന്നു. ഒരു റോഡപകടത്തിനു ശേഷം അബോധാവസ്ഥയിലും രക്തസ്രാവത്തിലും കഴിയുന്ന ഒരു പുരുഷനെ കൊണ്ടുവരുന്നു. ഓരോ നിമിഷവും പ്രധാനമാണ്. അവൾ കൃത്യതയോടെ പ്രവർത്തിക്കുന്നു, ഡോക്ടർമാരെ സഹായിക്കുന്നു, സുപ്രധാന ലക്ഷണങ്ങൾ നിരീക്ഷിക്കുന്നു, കുടുംബത്തിന്റെ കൈകൾ പിടിക്കുന്നു, ഫലം അനിശ്ചിതത്വത്തിലായിരിക്കുമ്പോൾ പോലും ഉറപ്പുകൾ മന്ത്രിക്കുന്നു. ഇവിടെ അറസ്റ്റ് ചെയ്യാൻ കുറ്റവാളികളില്ല, പരിഹരിക്കാൻ കേസുകളില്ല, രക്ഷിക്കാൻ ജീവൻ മാത്രം. ഈ നിമിഷങ്ങളിൽ ആശുപത്രിയിൽ അവൾ കാണിക്കുന്ന ധൈര്യം തെരുവുകളിൽ അവൾ കാണിക്കുന്ന ധൈര്യം പോലെ തന്നെ പ്രധാനമാണെന്ന് അവൾ മനസ്സിലാക്കുന്നു. ആശുപത്രിയിലെ അവളുടെ സഹപ്രവർത്തകർ പലപ്പോഴും അവളെ അത്ഭുതത്തോടെയാണ് കാണുന്നത്. നിയമപാലകരുടെ ക്രൂരതയെയും പരിചരണത്തിൽ ആവശ്യമായ ആർദ്രതയെയും അവൾ എങ്ങനെയാണ് സന്തുലിതമാക്കുന്നത്? പകൽ സമയത്ത് അപകടവും വഞ്ചനയും കുറ്റകൃത്യവും നേരിടുന്ന ഒരാൾക്ക് രാത്രിയിൽ ദുർബലതയുടെയും സഹാനുഭൂതിയുടെയും ലോകത്തേക്ക് എങ്ങനെ സുഗമമായി നീങ്ങാൻ കഴിയും? അവളെ സംബന്ധിച്ചിടത്തോളം ഉത്തരം ലളിതമാണ്. രണ്ടു വേഷങ്ങൾക്കും ഒരേ ഗുണങ്ങൾ ആവശ്യമാണ്: പ്രതിരോധശേഷി, സമർപ്പണം, മനുഷ്യജീവിതത്തോടുള്ള ആഴമായ ബഹുമാനം. ഇന്ന് രാത്രിയിലെ ഒരു ചെറിയ സംഭവം അവൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒരു കൊച്ചുകുട്ടി ഭയന്ന് നിലവിളിക്കുകയും കരയുകയും ചെയ്യുന്നു. അവൾ അവന്റെ അരികിൽ തറയിൽ ഇരുന്നു, മൃദുവായി ഒരു താരാട്ട് പാടി, അവളുടെ മുത്തശ്ശി ഒരിക്കൽ പഠിപ്പിച്ച ഇനത്തിൽ. അവന്റെ കരച്ചിൽ മൃദുവാകുന്നതുവരെ, അവന്റെ ചെറിയ ശരീരം വിശ്രമിക്കുന്നതുവരെ അവൾ അവന്റെ ചെറിയ കൈ പിടിച്ചു. പതുക്കെ അവൻ മരുന്ന് കഴിക്കുന്നു, അവളെ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ആ നിമിഷം അവൾ വയലിൽ അനുഭവിച്ച ഏതൊരു വിജയത്തെക്കാളും വളരെ വലിയ ഒരു വിജയം അനുഭവിക്കുന്നു. കരുണ വിജയിക്കുന്ന യുദ്ധക്കളമാണിത്. മണിക്കൂറുകൾ കടന്നുപോകുന്നു. അവൾ ഒന്നിനു പുറകെ ഒന്നായി രോഗികളെ പരിചരിക്കുന്നു. ഓരോരുത്തർക്കും അവരുടേതായ കഥയുണ്ട്. ശസ്ത്രക്രിയയിൽ നിന്ന് സുഖം പ്രാപിക്കുന്ന ഒരു സ്ത്രീ, സങ്കീർണതകളെ ഭയപ്പെടുന്നു. വിട്ടുമാറാത്ത രോഗത്തിന്റെ വേദനയുമായി മല്ലിടുന്ന ഒരു പുരുഷൻ, കുത്തിവയ്പ്പുകളെയും സൂചികളെയും ഭയപ്പെടുന്ന ഒരു കുട്ടി. അവൾ ശ്രദ്ധിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു, ഉറപ്പുനൽകുന്നു.
ചിലപ്പോൾ അവൾ അവരുടെ അരികിൽ ഇരുന്നു അവരുടെ കൈകൾ പിടിച്ച് നിശബ്ദത വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കാൻ അനുവദിക്കുന്നു. അവൾ തൊടുന്ന ഓരോ രോഗിയും അവളുടെ ഹൃദയത്തിൽ ഒരു മുദ്ര പതിപ്പിക്കുന്നു. വിനയം, സഹാനുഭൂതി എന്നിവയുടെ പാഠങ്ങൾ പഠിപ്പിക്കുന്നു. ഇന്ന് രാത്രി വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു കേസ് വരുന്നു. ഒരു യുവതി ആക്രമിക്കപ്പെടുകയും പരിക്കേൽക്കുകയും ചുറ്റുമുള്ള എല്ലാവരെയും ഭയപ്പെടുകയും ചെയ്യുന്നു. അവൾ അവളെ സമീപിക്കുന്നത് സൗമ്യമായി മൃദുവായി സംസാരിക്കുന്നതിലൂടെ സ്ത്രീക്ക് നിയന്ത്രണവും അന്തസ്സും വീണ്ടെടുക്കാൻ അനുവദിക്കുന്നു. അവൾ വിധിയില്ലാതെ കേൾക്കുന്നു. അവളുടെ പരിക്കുകൾക്ക് മാത്രമല്ല അവളുടെ ആത്മാവിനും പരിചരണം നൽകുന്നു. ഈ പ്രവൃത്തിയിൽ നിയമപാലകരെപ്പോലെ നഴ്സിംഗും ജീവൻ, ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചാണെന്ന് അവൾ മനസ്സിലാക്കുന്നു. രണ്ടു വേഷങ്ങളും ധൈര്യം ആവശ്യപ്പെടുന്നു, പക്ഷേ അനുകമ്പയുടെ ധൈര്യം പലപ്പോഴും അദൃശ്യമാണ്. രാത്രി കൂടുന്തോറും ക്ഷീണം വരുന്നു, പക്ഷേ അവൾ തുടരുന്നു. ജീവിതങ്ങൾ സന്തുലിതാവസ്ഥയിൽ തൂങ്ങിക്കിടക്കുമ്പോൾ വിശ്രമിക്കാൻ സമയമില്ല. അവളുടെ കൈകൾ തളർന്നു, കാലുകൾ വേദനിക്കുന്നു, കണ്ണുകൾ ആയാസപ്പെടുന്നു, പക്ഷേ അവളുടെ ആത്മാവ് ഉറച്ചുനിൽക്കുന്നു. അവൾ വാർഡിൽ നിന്ന് വാർഡിലേക്ക് ക്ഷമയോടെ ഒരു നിശബ്ദ കാവൽക്കാരിയായി നീങ്ങുന്നു. അവൾ സ്പർശിക്കുന്ന ഓരോ ജീവിതവും അതിജീവനത്തിന്റെയും പ്രതീക്ഷയുടെയും സഹിഷ്ണുതയുടെയും കഥയാണ്. അവൾ പ്രചോദിപ്പിക്കുന്ന ഓരോ പുഞ്ചിരിയും അവളുടെ ശ്രമങ്ങൾ വെറുതെയാകില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ്. പ്രഭാതത്തിനു മുമ്പുള്ള നിശബ്ദമായ മണിക്കൂറുകളിൽ പ്രത്യേകിച്ച് വൈകാരികമായ ഒരു നിമിഷം സംഭവിക്കുന്നു. വിട്ടുമാറാത്ത രോഗങ്ങളാൽ വലയുന്ന ഒരു വൃദ്ധ ദമ്പതികൾ രാത്രിയെയും അജ്ഞാതമായ കാര്യങ്ങളെയും ഭയന്ന് പരസ്പരം കൈകൾ കോർത്തുപിടിക്കുന്നു. അവൾ അവരുടെ അരികിലിരുന്ന് മൃദുവായി സംസാരിക്കുന്നു, അവരെ ആശ്വസിപ്പിക്കുന്നു, പരസ്പരം ആശ്വാസം കണ്ടെത്താൻ അവരെ സഹായിക്കുന്നു. അവരുടെ ഭയം മങ്ങുകയും വിശ്വാസവും ആശ്വാസവും വഴിമാറുകയും ചെയ്യുന്നത് കാണുമ്പോൾ അവൾക്ക് ആഴത്തിലുള്ള സംതൃപ്തി അനുഭവപ്പെടുന്നു. ഒരു ബാഡ്ജിനും മെഡലിനും ഒരു പൊതു അംഗീകാരത്തിനും നൽകാൻ കഴിയാത്ത പ്രതിഫലമാണിത്. മനുഷ്യബന്ധത്തിന്റെ നിശബ്ദ വിജയമാണിത്. ആശുപത്രിക്ക് പുറത്ത് നഗരം ഉണരാൻ തുടങ്ങുന്നു. തെരുവുകൾ, ശബ്ദങ്ങൾ, വാഹനങ്ങൾ, അവരുടെ ദിവസം മുഴുവൻ പോകുന്ന ആളുകൾ എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നു. അവൾ നിശബ്ദമായി, ക്ഷീണിതയായി, എന്നാൽ സംതൃപ്തിയോടെ ഒരു APS ഓഫീസറായി തന്റെ ജീവിതത്തിലേക്ക് മടങ്ങാൻ തയ്യാറായി നടക്കുന്നു. നിയമപാലകരും നഴ്സിംഗും എന്ന രണ്ട് റോളുകളും വ്യത്യസ്ത യുദ്ധങ്ങളാണ്, എന്നിരുന്നാലും രണ്ടും അത്യാവശ്യമാണ്. ഒന്ന് നീതിക്കുവേണ്ടിയും മറ്റൊന്ന് ജീവിതത്തിനു വേണ്ടിയും പോരാടുന്നു. രണ്ടും ധൈര്യം ആവശ്യപ്പെടുന്നു, രണ്ടും സമർപ്പണം ആവശ്യപ്പെടുന്നു, രണ്ടും മറ്റുള്ളവരുടെ ക്ഷേമത്തിനായുള്ള അചഞ്ചലമായ പ്രതിബദ്ധത ആവശ്യപ്പെടുന്നു. യഥാർത്ഥ വീരത്വം പല മുഖങ്ങൾ ധരിക്കുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് അവൾ. അത് എല്ലായ്പ്പോഴും ഉച്ചത്തിൽ ആയിരിക്കണമെന്നില്ല, എല്ലായ്പ്പോഴും ദൃശ്യമാകണമെന്നില്ല. ചിലപ്പോൾ പരിചരണത്തിന്റെ നിശബ്ദ നിമിഷങ്ങളിലും ഒരു കൈയുടെ മൃദുലമായ സ്പർശനത്തിലും വേദനയിൽ കഴിയുന്ന ഒരാളോട് മന്ത്രിക്കുന്ന ആശ്വാസകരമായ വാക്കുകളിലും അത് കാണപ്പെടുന്നു. അവൾ നീതി നടപ്പിലാക്കുന്ന ഒരു APS ഓഫീസറാണ്. അവൾ ഒരു നഴ്സാണ്, അനുകമ്പ നടപ്പിലാക്കുന്നു. രണ്ട് ലോകങ്ങളിലും അവൾ ജീവൻ രക്ഷിക്കുന്നു. അവരുടെ കഥ സഹാനുഭൂതിയുടെയും ധൈര്യത്തിന്റെയും പ്രതിരോധശേഷിയുടെയും ശക്തിയുടെ തെളിവാണ്. യഥാർത്ഥ ശക്തി അളക്കുന്നത് നമ്മൾ വിജയിക്കുന്ന യുദ്ധങ്ങളിലൂടെയല്ല, മറിച്ച് നമ്മൾ സ്പർശിക്കുന്ന ജീവിതങ്ങളിലൂടെയാണെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കഥയാണിത്. വീരത്വം കുറ്റകൃത്യങ്ങൾക്കെതിരെ പോരാടുക മാത്രമല്ല, ദയ, ക്ഷമ, അചഞ്ചലമായ സമർപ്പണം എന്നിവയിലൂടെ ഭയം, വേദന, നിരാശ എന്നിവയോട് പോരാടുന്നതിനെക്കുറിച്ചാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ മിക്കവർക്കും മാത്രം ആഗ്രഹിക്കുന്ന വിധത്തിൽ അവൾ എല്ലാ ദിവസവും ആ വീരത്വത്തെ ഉൾക്കൊള്ളുന്നു. അവസാനം അവളെ ഒരു യൂണിഫോമോ ബാഡ്ജോ പദവിയോ നിർവചിക്കുന്നില്ല. അവൾ രക്ഷിച്ച ജീവിതങ്ങൾ, അവൾ പ്രചോദിപ്പിച്ച പ്രത്യാശ, അവൾ കാണിച്ച ധൈര്യം, തെരുവുകളിലും ആശുപത്രിയുടെ നിശബ്ദ ഇടനാഴികളിലും അവളെ നിർവചിക്കുന്നു. അവൾ നീതിയുടെ കാവൽക്കാരിയും വേദനയുടെ രോഗശാന്തിക്കാരിയും വീരത്വം പല രൂപങ്ങളിൽ വരുമെന്ന് ജീവിക്കുന്ന ഓർമ്മപ്പെടുത്തലുമാണ്. ഒരു പുതിയ ദിവസത്തെ നേരിടാൻ തയ്യാറായി അവൾ സൂര്യോദയത്തിലേക്ക് നടക്കുമ്പോൾ അവൾ കാരണം ലോകം കുറച്ചുകൂടി സുരക്ഷിതവും കുറച്ചുകൂടി ദയുള്ളതും കുറച്ചുകൂടി പ്രതീക്ഷയുള്ളതുമാണ്.